ഗായ്സ്, അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പ്രിംഗ് സ്നേക്കാണ്. അതിന് നിങ്ങൾ ആദ്യം 2 പേപ്പർ എടുക്കണം. ഇഷ്ടമുള്ള കളർ എടുക്കുക. ഞാനിപ്പോൾ യെല്ലോയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു പേപ്പറിനെ ഇങ്ങനെ പീസായി കട്ട് ചെയ്യുക. പിന്നെ അതേപോലെ ഒരു പേപ്പറിനെയും കൂടെ ഇതുപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഈ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ കളറായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഓരോരോ കളർ പേപ്പർ വേണം എടുക്കാൻ. അതിൽ ആദ്യം നമ്മൾ ഇവിടെ ഇങ്ങനെ ഗ്ലൂ ആക്കണം. നോക്കൂ, ഇങ്ങനെ ഗ്ലൂ ഫുള്ളും സ്പ്രെഡ് ആക്കുക. എന്നിട്ട് ഈ യെല്ലോ പേപ്പറിനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഒട്ടിക്കുക. നമുക്ക് ഇത്തിരി വലിയ സ്നേക്കാണ് വേണ്ടത്, അതുകൊണ്ട് ഇതിൽ കുറച്ച് പേപ്പറൊക്കെ വേണ്ടി വരും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ആക്കുക. ഇതിനെ ഇങ്ങനെ ആക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചിലവരുടെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ ഭാഗം ചെരിയും. അത് നമ്മൾ കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ലാസ്റ്റ് നിവർത്തുമ്പോൾ ശരിയായിക്കോളും. ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് വരുമ്പോൾ ലാസ്റ്റ് ഈ പീസ് വരില്ല. അത് നമ്മളിങ്ങനെ ഒട്ടിക്കാൻ പാടില്ല. കാരണം നമുക്ക് ഇത്തിരി വലിയ സ്നേക്കല്ലേ വേണ്ടത്. അപ്പോൾ ഈ ബ്ലാക്കിൻ്റെ അവിടെ എല്ലാം ഒട്ടിക്കുക. അല്ല, ബ്ലാക്കിൻ്റെ അവിടെ ബ്ലാക്ക് തന്നെ ഒട്ടിക്കുക. നോക്കോളൂ, ഈ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഫുൾ വീഡിയോ ആണ്. ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് ഈ യെല്ലോയിലും ഒരു യെല്ലോ പേപ്പർ ഒട്ടിക്കുക. ഇത് സിമ്പിളാണ്, വളരെ സിമ്പിൾ ക്രാഫ്റ്റാണിത്. ഇങ്ങനെ പണ്ട് കാലത്ത് ഓലയിലൊക്കെ ഇങ്ങനെ ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ കളർ പേപ്പർ A4 ഷീറ്റൊക്കെ വന്നുകൊണ്ട് നമ്മൾ കളർ പേപ്പറിൽ ചെയ്യാണ്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ആക്കാൻ തുടങ്ങും. ഇത് ചെരിയും കേട്ടോ. ചിലപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കി എടുക്കണ്ട, ലാസ്റ്റ് ശരിയായിക്കോളും. നമുക്കിത് എത്ര വലുതായി നോക്കാം. ഇത്രയായിട്ടുള്ള. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെയ്യേണ്ടി വരും.
നമുക്ക് വേണമെങ്കിൽ ഇത് വലുതാവുമ്പോൾ തന്നെ ഒട്ടിക്കണമെന്നില്ല, അങ്ങനെ കുറച്ചായാലും ഒട്ടിക്കാം കേട്ടോ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നിങ്ങളുടെ അച്ഛനും അമ്മയും കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനെ ഓലയും കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ കേട്ടോ. ചോദിച്ചിട്ട് കമൻറ്റിൽ അയക്കൂ. എത്ര വലുതായി നോക്കാം. അത് മതി, ഇത്ര വേണം നമുക്ക് എടുക്കാൻ കേട്ടോ. ലാസ്റ്റ് ഇവിടെ കുറച്ച് പീസ് വരും, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ഒട്ടിക്കണം കേട്ടോ ലാസ്റ്റ്. അപ്പോൾ നമ്മുടെ സ്നേക്കിൻ്റെ ദേഹം റെഡിയായി. ഇനി നമുക്ക് തല വയ്ക്കാം. ഇതാണ് സ്നേക്കിൻ്റെ തല. എല്ലാവരും ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി കണ്ണ് പ്ലാസ്റ്റിക് ആയിട്ട് തരിച്ച് കിട്ടില്ല, അതും ചെയ്യാം, വേണമെങ്കിൽ വരയ്ക്കുകയും ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. മറ്റേത് ഇങ്ങനെ ഒട്ടിക്കാം. ഇവിടെ കുറച്ച് പീസ് വരുമ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ സ്നേക്കിൻ്റെ ഏറ്റവും പ്രധാനമായ നാക്കാണ് നമ്മളിപ്പോൾ വയ്ക്കുന്നത്. ഇവിടെ ബാക്കിൽ ഒട്ടിച്ചാൽ മതി കേട്ടോ. നമ്മുടെ സ്നേക്ക് റെഡി. നമ്മുടെ അടിപൊളിയായ സ്നേക്ക് റെഡി ആയിരിക്കുന്നു. ആർക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റിൽ അയയ്ക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ ബൈ. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നതിന് താങ്ക്സ്. ബൈ.